ഒരിടത്ത് മഴ മുന്നറിയിപ്പ്, ഒരിടത്ത് പവർ കട്ട് മുന്നറിയിപ്പ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നു KEB. സമയം കൃത്യമായി അറിയിച്ച് പലർക്കും SMS മുന്നറിയിപ്പ് ലഭിച്ചു. ലോഡ് ഷെഡിംഗ് ഉണ്ടെന്ന് പൊതുജനങ്ങളെ അറിയിക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് KEBയുടെ നടപടി. സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് ഈവനിങ് സുനിഷ. ഒരിടത്ത് മഴ മുന്നറിയിപ്പ്, മറ്റൊരിടത്ത് ലോഡ് ഷെഡിംഗ് മുന്നറിയിപ്പ്. റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണോ ഈ മുന്നറിയിപ്പ്? ഇന്ന് പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയോ? ഇനി മുടങ്ങാനിരിക്കുന്നതേ ഉള്ളോ? അരുൺ, KEB ഏതായാലും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ എല്ലാം പലതവണ ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു വിവരം ലഭിക്കുന്നില്ല എന്ന പരാതിയായിരുന്നു ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ ആവർത്തിച്ച് പറയുകയും ചെയ്തത്. അതായത് കൃത്യമായ രീതിയിൽ വേണം പവർ കട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ചെയ്യേണ്ടത്. അത് ആളുകളെ അറിയിക്കേണ്ടതുണ്ട്. കൃത്യസമയം, എത്ര സമയം മുതൽ എത്ര സമയം വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും, അതെല്ലാം തന്നെ ഉപഭോക്താക്കളെ അറിയിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശമായി തന്നെ KEBയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു KEB എന്നുള്ളതാണ്. ഇപ്പോൾ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി 9:30 മുതൽ 10 മണി വരെ പീക്ക് ടൈമിൽ ആവശ്യമെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. അങ്ങനെ ഒരു അറിയിപ്പ് ലഭിക്കുന്നു. അത് ഓരോ സമയക്രമം അനുസരിച്ച് നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉപഭോക്താക്കൾക്ക് SMS ആയി തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെള്ളയമ്പലം ഈ KEBയിൽ നിന്ന്, വെള്ളയമ്പലത്തിൽ നിന്നും ലഭിച്ചൊരു മെസ്സേജാണ്. അതായത് പവർ സപ്ലൈ മേ ബി ഇന്ററപ്റ്റഡ് ഫ്രം ഈ 9:30 മുതൽ 10 മണി വരെയുള്ള സമയത്തിൽ ഈ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് ഉപഭോക്താക്കൾക്ക് മെസ്സേജായി തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അറിയിപ്പ് ലഭിച്ചു തുടങ്ങി, അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതിന് പിന്നാലെ തന്നെ KEB അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഉപഭോക്താക്കളെ അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നിയന്ത്രണം വേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് നിയന്ത്രണം വേണ്ടി വരുമെന്നുള്ളത് KEB മുന്നറിയിപ്പായി നൽകിയിരുന്നു. 500 മെഗാവാട്ടിന്റെ ഒക്കെ കുറവാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവർ സപ്ലൈയിൽ നിന്നും വൈദ്യുതി ലഭിച്ചില്ല എങ്കിൽ ഭാഗികമായി നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതുവരെ എവിടെയും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. പക്ഷേ നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളത്, അല്ലെങ്കിൽ നിയന്ത്രണം വേണ്ടി വരുമെങ്കിൽ ഈ സമയത്തിനുള്ളിലാണ് വേണ്ടി വരിക എന്നുള്ളൊരു നിർദ്ദേശം അത് ഉപഭോക്താക്കൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അരുൺ, താങ്ക് യു.